അസ്സലാമു അലൈക്കും. അപ്പോൾ നാട്ടിൽ നല്ല ചൂടാണല്ലോ അല്ലേ? ഈ ചൂട് സമയത്താണ് നമ്മൾ സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാറ്. മെയിനായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ, മൂത്രക്കടച്ചൽ, നാഭിവേദന, വയറിൻ്റെ അവിടെ നിന്ന് വേദന, പല പ്രശ്നങ്ങളും. അപ്പോൾ അതിനൊക്കെ ഡോക്ടർ പറഞ്ഞു തരുന്ന ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് തൈര് വെച്ചിട്ടുള്ള സ്മൂത്തി കുടിക്കുക, മോര് കുടിക്കുക, സംഭാരം കുടിക്കുക, ഇങ്ങനെയുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ, ഇതൊരു ഗ്ലാസ് എന്തായാലും ഒരു ദിവസം ഉൾപ്പെടുത്തുക നിങ്ങളുടെ ഫുഡിൻ്റെ കൂടെ, അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു തരുന്നത് കറിവേപ്പിലിൻ്റെ സംഭാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം പറിച്ചോളൂ. ഞാനിവിടെ ഒരു 5 തണ്ടോളം അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്തെ സംഭാരമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്, എന്തായാലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. മൂത്രക്കടച്ചലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടേക്ക് കറിവേപ്പിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇല മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇളയതാണെങ്കിൽ തണ്ടോട് കൂടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തോളൂ. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ഇഞ്ചി വേണം, ചെറിയൊരു പീസാണ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ 1/4 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ചെറിയ ജീരകം അതെന്തായാലും വേണം കേട്ടോ. അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റാണത്. വയറുവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്, ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോഴത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തൈര് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് എടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ലൂസ് നിങ്ങൾക്ക് നല്ല ലൂസിൽ വേണമെങ്കിൽ ഒരു 2 ഗ്ലാസ് എടുത്തോളൂ. കുറച്ചൊരു തിക്കിൽ വേണമെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ കറിവേപ്പിലേൻ്റെ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒരു ദിവസം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്തത് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം കഴിച്ചാൽ മതി, വേറെ ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ഒരു ചൂട് സമയത്ത് അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂണോളം കസ്കസ് നമുക്ക് വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണിത്. അതിൻ്റെ വെള്ളമൊക്കെ പോക്കിയിട്ടുണ്ടായിരുന്നത്, എന്നിട്ടാണ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തത്. അതേപോലെ 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് തേനോ അല്ലെങ്കിൽ പഞ്ചസാര വേണേൽ പഞ്ചസാര ചേർത്തോളൂ, നിങ്ങളുടെ ഇഷ്ടം. ഒരല്പം ഉപ്പും കൂടെ അങ്ങനെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ നല്ലൊരു തണുപ്പും നല്ല റിലാക്സും ഉണ്ടാകും കേട്ടോ. കുറേ തണുത്ത വെള്ളം അങ്ങനെ കുടിച്ചിട്ടോ ചൂടുള്ള വെള്ളം കുടിച്ചിട്ടൊന്നും കാര്യമില്ലേ. ഇങ്ങനത്തത് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഒക്കെ അങ്ങനെ ഉൾപ്പെടുത്താൻ നോക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ സ്ട്രോബെറി കട്ട് ചെയ്തതോ അല്ലെങ്കിൽ പഴം കട്ട് ചെയ്തതോ ആപ്പിളോ എന്ത് വേണമെങ്കിലും മിക്സ് ആക്കിയിട്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നാവിവേദന പിന്നെ മൂത്രക്കടച്ചൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് റെമഡിയാണ് ഇത്. അപ്പോൾ ഈ തൈര് എന്ന് പറയുന്നത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരാകുമ്പോൾ അത്ര ടേസ്റ്റ് ഇതിൽ വരില്ല. പക്ഷേ സംഭാരത്തിലോട്ടേക്കൊക്കെ നല്ല പുളിയുള്ള തൈര് എടുത്തോളൂ. പക്ഷേ സ്മൂത്തിയിലോട്ടേക്കും അതേപോലെ ഹണി മിക്സാക്കി കഴിക്കുന്നതിലൊക്കെ ആയിട്ട് കുറച്ച് പുളി കുറഞ്ഞ് അങ്ങനെ എടുത്തോളൂ. ഇനി അടുത്തത് സ്ട്രോബെറി ബ്ലൂബെറിൻ്റെ സ്മൂത്തിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. സ്ട്രോബെറിയും ബ്ലൂബെറി ശരിക്കും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രോസൺ ആക്കി എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ എല്ലാം അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കുറച്ചൊന്ന് തണുപ്പ് പോയി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടെടുക്കാം. ഇതൊരു ഗ്ലാസ് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഇത് കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു റിലാക്സ് തന്നെ ആയിരിക്കും. അതേപോലെ നമുക്ക് ഇതിലേക്ക് തൈര് ഇട്ടെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ തൈര് വേണ്ട അങ്ങനെ ഇട്ടെടുത്തോളൂ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഇട്ടെടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ചിട്ട് തേനും അതേപോലെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഓട്സ് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ കുടിക്കാം കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എടുത്തോളൂ. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് ഏറ്റവും ബെസ്റ്റാണ്. ഒരുപാട് സ്പൈസസ് ആയിട്ടുള്ള, അതായത് സ്പൈസി ആയിട്ടുള്ള മീൻകറിയും പിന്നെ ബാക്കിയുള്ള കറികളൊക്കെ കൂട്ടാതെ ഇങ്ങനത്തെ അതായത് തൈര് ഉൾപ്പെടുത്തിയിട്ടുള്ള സ്മൂത്തീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോരോ പിന്നെ സംഭാരോ അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് യൂറിൻ ഇൻഫെക്ഷന് പിന്നെ ഈ നാഭിവേദന ഒക്കെ ഈ ചൂട് സമയത്താണല്ലോ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ. മരുന്ന് കുടിക്കാതെ ഇങ്ങനത്തേലൊക്കെ നമുക്ക് കഴിച്ചിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ഒരു 3 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.